പള്ളിയിൽ പോകുന്ന സമയത്ത് ഇരുന്നു കൊണ്ടേ നമസ്കരിക്കാൻ കഴിയാറുള്ളൂ. എന്നാൽ ജമാഅത്ത് നഷ്ടപ്പെടുമെന്നോർത്ത് പള്ളിയിൽ പോവുകയും പള്ളിയിലെ സഫിൻ്റെ രണ്ടറ്റത്തും ഇങ്ങനെ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ സഫ് പൂർത്തിയായി വരാറില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന കസേര ഇങ്ങോട്ട് മാറ്റിയിടുന്നതാണോ ശ്രേഷ്ഠത, അതോ അറ്റത്തിരുന്ന് പിന്നീട് വരുന്ന ആളുകൾ സഫ് പൂർത്തിയാക്കട്ടെ എന്ന് ചിന്തിക്കുന്നതാണോ? എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ്? ഇമാമിലേക്ക് അടുക്കുക എന്നതാണ് കഴിയുന്ന ആളുകൾ ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇമാമിലേക്ക് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുക. അത് സൊഫ് നിൽക്കുന്ന സമയത്ത് പല ആളുകൾ തെറ്റിദ്ധരിച്ചൊരു സംഭവമുണ്ട്. അത് ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്. സൊഫിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു അവരെ ആശീർവദിക്കുകയും മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇമാമിൻ്റെ വലത്തെ ഭാഗത്ത് മാത്രം വന്ന് നിൽക്കും. എല്ലാവരും വലത്ത് ഭാഗത്ത് നിന്ന് ഇടതുഭാഗം ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ട്. അത് ശരിയല്ല. അത് കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫ് നിൽക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം, 3 ആളുകൾ ഒന്നിച്ച് വരികയാണ്. ഒരാൾ ഇമാമ് നിൽക്കുന്നു, 2 ആളുകൾ മാമൂമായിട്ട് നിൽക്കുകയാണ്. എവിടെ നിൽക്കേണ്ടത്? ഒരാൾ വലതുഭാഗത്തും 2ാമത്തെ ആൾ ഇടതുഭാഗത്തുമാണ് നിൽക്കേണ്ടത്. മയാമിന് സുഫൂഫ് എന്ന് പറഞ്ഞ ആ ഹദീസിനെ ഈ ഹദീസ് കൊണ്ടുകൂടി ജമ്മ ചെയ്യണം. ഈ 2 ഹദീസുകൾ കൊണ്ട് ജമ്മ ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ദനുവ്, ഇമാമിനേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാണോ അയാൾക്കാണ് കൂടുതൽ കൂലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കസാരയിൽ ഇരിക്കുക എന്നുള്ളതൊരു തെറ്റായ കാര്യമല്ല. തറയിലിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് തറയിലിരിക്കുക എന്നുള്ളതാണ്. ഇനി കസാരയിൽ ഇരുന്ന് ഇരിക്കാനേ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ കസാരയിൽ അദ്ദേഹത്തിന് ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല. അതിന് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഒരു മൂലയിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. അവിടെ പള്ളികളിൽ ഫിക്സ് ചെയ്ത സംവിധാനങ്ങൾ നീക്കാൻ പറ്റാത്ത സംവിധാനങ്ങളാണെങ്കിൽ പിന്നെ അവിടെ ഇരിക്കണ്ട, വേറെ നിർവാഹമില്ലല്ലോ. നീക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിസ്കരിക്കുന്നതിനൊരു വിലക്കില്ല. അത് ഇമാമിലേക്ക് അടുക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തേണ്ടത്. അകാരണമായിക്കൊണ്ട് 3 ആളുകൾ, അത് എപ്പോഴാണ് സൊഫ് മുറിയുക എന്നുള്ള ചർച്ചയിൽ ഫുക്കാക്കൾ പറയുന്നത് 3 ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഒരു സൊഫിൽ ഒഴിവ് വന്നു കഴിഞ്ഞാൽ ആ സൊഫായി പരിഗണിക്കപ്പെടില്ല എന്നാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അത് ഒരാളുടെ ഗ്യാപ്പ് വന്നു വെച്ചിട്ട് പ്രശ്നമില്ല, 2 ആളുടെ ഗ്യാപ്പ് വന്നു വെച്ചിട്ടും പ്രശ്നമില്ല. 3 ആളുകൾക്കുള്ള നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായി അതിൻ്റെ അപ്പുറം നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മുടെ നാട്ടിലൊരു ആകെയുള്ള ഈ വിഷയത്തിലുള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കസാര ഇരുന്ന് നിസ്കരിക്കുമ്പോൾ കസാരയുടെ കാല് എവിടെ ഉണ്ടാകേണ്ടത് ഒന്ന്. അപ്പോൾ പല ആളുകൾ പല രൂപത്തിൽ പറയുന്നതാണ്. ഇവിടെ ഇതിലൊരു കൺഫ്യൂഷൻ്റെ വകുപ്പില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫ് ക്ലിയറാക്കിയത് നബി അദ്ദേഹത്തിന് നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ബാക്കിക്ക് നേരെ തിരിഞ്ഞു നോക്കും. ബാക്കിക്ക് നേരെ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നോക്കാറുള്ളത് ആളുകളുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്കാണ്. ആരുടെയെങ്കിലും നെഞ്ച് സൊഫിൽ നിന്ന് മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നബി എന്താക്കും? അവരെ പോയിട്ട് ബാക്കിലേക്ക് തള്ളും. എന്നിട്ട് പറയും സ്തൗ എന്ന് പറയും. സുഫുഫക്കും, നിങ്ങളെ സൊഫിനെ ശരിയാക്കി എന്ന് പറയും. അപ്പോൾ മുമ്പിൽ നിന്ന് ഇമാമ് നോക്കുന്ന സമയത്ത് സൊഫിൽ മുമ്പിലേക്ക് എന്താൻ പാടില്ല, ഒരാളും കയറി നിൽക്കാൻ പാടില്ല. ഇതാണ് സൊഫ് ശരിയാക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന സാഹചര്യമാണ് നിസ്കാരത്തിൽ മൊത്തം. അങ്ങനെയാണെങ്കിൽ കസാരയുടെ ബാക്കിലെ കാല് സൊഫിൽ ബാക്കിയുള്ള ആളുകളുടെ കാലിൻ്റെ കൂടെ ഉണ്ടാവുക. കാരണം അദ്ദേഹം ഇരിക്കുമ്പോൾ ആണ് അദ്ദേഹത്തിൻ്റെ നെഞ്ച് ബാക്കിയുള്ളവരുടെ ശരീരത്തിനോട് കൂടെ വരിക. അതല്ല നിൽക്കുന്ന അവസ്ഥയിലാണുള്ളതെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്, സിമ്പിളാണ്. അപ്പോൾ കസാര ബാക്കിൽ ഇടണം. കസാര ബാക്കിൽ ഇടുമ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിൽ പ്രയാസമാവില്ല എന്നുള്ളതാണ്. അവിടെയാണ് പണ്ഡിതന്മാർ 2 ഓപ്ഷൻ പറഞ്ഞു. ഒന്നുകിൽ ഈ ബാക്കിൽ നിന്ന ആൾ റുക്കോയിൻ്റെ സമയത്ത് ആണല്ലോ, അപ്പോൾ ഇരിക്കാൻ വേണ്ടിയായിരിക്കും ഇദ്ദേഹം കസാര ഉപയോഗിക്കുന്നത് റുക്കോയിലും സുജൂദിലും. ആ സമയത്ത് നേരെ കസാര മുമ്പിലേക്ക് വലിച്ചിട്ട് നേരിട്ട് ഇരിക്കുക, സൊഫിൽ ഇരിക്കാം. ആ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നെഞ്ച് മറ്റുള്ളവരുടെ കൂടെ സൊഫിന് പ്രശ്നം വരുന്നില്ല. ബാക്കിലുള്ള ആൾക്ക് സുന്ദരമായിട്ട് സുജൂദ് ചെയ്യുകയും ചെയ്യാം. 2ാമത്തെ രീതി, ഇനി ഇങ്ങനെ വലിക്കലും വെക്കലൊക്കെ പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിൽ ആ ഭാഗം ഒഴിഞ്ഞ് കിടന്നോട്ടെ. ആ ബാക്കിൽ ആ ഭാഗം ഒഴിഞ്ഞ് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? മുമ്പിൽ ഇങ്ങനെ ഒരു തടസ്സം വന്നത്. ഈ തടസ്സം ശറഈയായ ഉദ്റാണ്.
ഷറയ്യായ ഉദർ കാരണത്താൽ ബാക്കിലൊരു ഗ്യാപ്പ് വന്നാൽ ആ ഗ്യാപ്പ് പ്രശ്നമുള്ള കാര്യമല്ല, പരിഗണിക്കേണ്ട വിഷയമല്ല, സഫിലെ ആളുകൾക്ക് സഫ് മുറിഞ്ഞതായുള്ള പ്രശ്നം വരില്ല. പ്രശ്നം വരുന്നില്ല. കാരണം മുമ്പിലെ ആൾ ഇങ്ങനെ ഉദറുള്ള ഒരാളാണ്. അവിടെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, അപ്പോൾ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ അതൊക്കെ രണ്ട് കുറ്റമാണ്. ഒന്നാളെ നിസ്കാരം സ്വീകരിക്കില്ല, കാരണം നിൽക്കാൻ കഴിവുള്ള നിൽക്കുക എന്നുള്ള നിർബന്ധം. രണ്ടാമത്തത് ബാക്കിൽ അകാരണമായിക്കൊണ്ട് സൊഫിന് ഒരു വിടവുണ്ടാക്കി എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തിൽ ഒരാൾക്ക് വടി പിടിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ, റസൂലുള്ളാഹി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇവനക്ക് വടി പിടിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ വടി പിടിച്ചിട്ട് തന്നെ നിൽക്കണം, ഇരിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു സൈഡിൽ ഒരു തൂണിനോടോ അല്ലെങ്കിൽ ചുമരിനോടോ ചാരി നിന്നാൽ നിൽക്കാൻ കഴിയുമെങ്കിൽ അയാൾ അവിടെ ആ സൈഡിൽ പോയിക്കോട്ടെ, അവിടെ അവൻ്റെ സൊഫ് മുറിയുന്ന പ്രശ്നം വരുന്നില്ല, ചാരി നിന്നിട്ട് നിസ്കരിക്കണം. ഇരിക്കുക എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പരിഗണിക്കേണ്ട കേസാണ്. മറ്റത് ചില ആളുകളൊക്കെ ഒരു പ്രയാസമില്ലാതെ ഇങ്ങനെ നടന്നു വരും, വന്നിട്ട് കസാരയിട്ട് ഇരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2-3 മിനിറ്റ് നേരമൊക്കെ നിന്നാലൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളാണെങ്കിൽ ആ എത്ര സമയം നിൽക്കാൻ കഴിയും അത്ര സമയം നിൽക്കുകയും നിൽക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ മാത്രമാണ് ഇരിക്കേണ്ടത്. കാരണം നിസ്കാരത്തിൻ്റെ റുക്കനുകളുടെ കൂട്ടത്തിലാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത് എണ്ണിയിട്ടുള്ളത്. ബോധപൂർവമാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒരു റുക്കിന് ഒരാൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ നിസ്കാരം ബാത്തിലാവും, ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിസ്കാരം നിലനിർത്താൻ. അപ്പോൾ മാത്രമാണ് നമ്മൾ നിസ്കാരം യഥാവിധി നിലനിർത്തുന്ന ആളുകളുടെ ലിസ്റ്റിൽ അള്ളാൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നിയമായി നിസ്കരിച്ചു, അള്ളാഹ് ആ നിസ്കാരം സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അള്ളാഹു അത്തരം ആളുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.